ചിന്നുമോളെ കണ്ടിട്ട് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അലീന ചിന്നുമോളുടെ കയ്യിൽ ഇങ്ങനെ മുത്തം വെക്കുകയാണേ. അപ്പോൾ അതേപോലെ ചിന്നുമോൾ അലീനയുടെ കൈവെള്ളയിലും ഉമ്മ വെക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ആൻറ്റി ഇത് കൊണ്ടുപോകുക കേട്ടോ എന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ട് പറഞ്ഞ് അലീന അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. അതുപോലെ രേവതിക്കുട്ടിയും വന്ന് ഉമ്മ വെച്ചിട്ട് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചിന്നുമോളെ എടുത്തുകൊണ്ട് സിസ്റ്റർ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലീന അവിടെ ഇങ്ങനെ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക കേട്ടോ, ത്യാഗഭവനിലേക്ക്. അതുപോലെ രേവതിക്കുട്ടിയും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ വന്നിട്ട് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ഇനി വരാൻ പറ്റുക, ഇനി എന്നാ അവളെ ഇന്ന് കാണാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനാണ് വിഷമിക്കുന്നത്, സാരമില്ല നമുക്ക് ഇടയ്ക്ക് വരാമല്ലോ എന്ന് പറയണേ ഗ്രേസമ്മ. ഇനി അലീന ചേച്ചി വരുമ്പോഴല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അലീന ചേച്ചി വരുമ്പോൾ മാത്രമേ ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ, അല്ലാതെ നമുക്ക് വരാടി എന്ന് പറയാണ്. അങ്ങനെ ഗ്രേസമ്മ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും രേവതിക്കുട്ടി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് രേവതിക്കുട്ടീനെ പിടിച്ച് കാറിൽ കൊണ്ടുപോയി കയറ്റിയിരുത്തുകയാണ് ഗ്രേസമ്മ. അതിനുശേഷം അലീനയോടും പറയുന്നുണ്ട്, വാ പോവാം എന്ന് പറഞ്ഞിട്ട് അലീനയോടും കാറിൽ കയറാൻ പറയാണ്. വളരെ വിഷമത്തോട് കൂടിയിട്ട് ത്യാഗഭവനിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് അലീനയും കാറിലേക്ക് കയറുകയാണ്. അതിനുശേഷം സിസ്റ്റർ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, മാമച്ച എന്താണെന്ന് ചോദിക്കുമ്പോൾ, വേഗം വിട്ടോ, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഗുസ്തി പിടിക്കുകയാണ് ചിന്നുമോൾ എന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മനസ്സ് തുള്ളി ചാടുമായിരുന്നു, പക്ഷേ തിരിച്ചു പോകുമ്പോൾ ആകെ വിഷമാണ്, ഇനി എന്നാണ് അവളെ ഒന്ന് കാണാൻ പറ്റുക എന്നുള്ള സങ്കടം എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മ വീണ്ടും പറയുന്നുണ്ട്, ആരും വിഷമിക്കേണ്ട, നമുക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറയണം. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹരിയും രോഹിത്തും കൂടി പദ്ധതി ആസൂത്രണം ചെയ്യുന്നതാട്ടോ. എന്തെല്ലാം പരിപാടി ആസൂത്രണം ചെയ്തു, ഒന്നും നടന്നില്ലല്ലോ, ഇനി അവസാന പോഴി നഞ്ച് കലക്കെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഹരി ഇങ്ങനെ പറയാണ്. ഒരുപാട് പണികൾ നമ്മൾ ചെയ്തു നോക്കിയില്ലേ, ഒന്നിലും അവൾ വീണില്ല എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ അവളുടെ ചെകിട്ടത്ത് നോക്കി ഒരെണ്ണം കൊടുത്തതാണ്, അവൾ നിന്ന നിൽപ്പിൽ വട്ടം കറങ്ങിയെന്ന് പറയണേ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, നല്ലൊരു പണി തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ, അവളിപ്പോൾ എറണാകുളത്താണ്, എറണാകുളത്തേക്ക് ഇട്ട ഒരു പണി കൊടുത്താൽ അവൾ ഇനി തിരിച്ചു വരാത്ത രീതിയിൽ എന്ന് ചോദിക്കുകയാണ് രോഹിത്ത്. അത് വേണ്ട, അവൾ ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് അവൾക്ക് നല്ലൊരു 7ൻ്റെ പണി തന്നെ നമ്മൾ കൊടുക്കണം എന്ന് പറയാണ് ഹരി. ഇനി എന്താ ഇപ്പോൾ ചെയ്യുക, അതിനിപ്പോൾ ഞാൻ പറഞ്ഞ വഴി മാത്രമേ ഉള്ളൂ, നീ അവൾ വരുമ്പോൾ എന്നെ വിളിച്ചറിയിക്കുക, ഇനിയിപ്പോൾ അത് എപ്പോഴാണ് നടക്കാമെന്ന് ചോദിക്കുമ്പോൾ, ഈ ആഴ്ച തന്നെ നമുക്ക് പരിപാടി ഒപ്പിക്കണം, നീ എന്താണെങ്കിലും അവൾ വരുമ്പോൾ എന്നെ വിളിച്ചറിയിക്കണം എന്ന് പറയാണ്. അപ്പോൾ അവളെങ്ങാനും പോലീസിലെങ്ങാനും കംപ്ലയിൻറ്റ് ചെയ്താലോ എന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ചെയ്യത്തില്ല, നമുക്ക് കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്ത് വെക്കാം, അത് കാണിച്ച് അവളെങ്ങാനും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് മൊത്തം ലോകം കാണും എന്ന് അവളോട് പറഞ്ഞാൽ മതി, അപ്പോൾ അവൾ അതിനൊന്നും പോവത്തില്ല എന്ന് പറയാണ്. എന്താണെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ വരണം എന്ന് അവർ തീരുമാനിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാംചാനും ഗ്രേസമ്മയും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാട്ടോ. മാംചാൻ ആണെങ്കിൽ ആകെ ടയേർഡായിട്ടുണ്ട്. അങ്ങനെ വന്ന് സെറ്റിയിലിരിക്കുകയാണ്. ഗ്രേസമ്മയും ആകെ ടയേർഡായി, രേവതിക്കുട്ടി കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മയോട് പറയുന്നുണ്ട്, ഞാൻ വലിയ വേദന ഉണ്ടെങ്കിൽ ഞാൻ തൈലൊക്കെ ഇട്ട് ചൂട് പിടിച്ചുതരാം എന്നൊക്കെ പറയാണ്. ആ സമയത്ത് അലീന ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിനി എങ്ങനെ പോകും, പാലായിലേക്ക് എങ്ങനെ തിരിച്ചു പോകും, ഇപ്പോൾ പോയാൽ ഞാൻ ഒരുപാട് ലേറ്റ് ആവുമല്ലോ എത്താൻ എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നത്, നിന്നെ ഞങ്ങളങ്ങനെ വിടുന്നില്ല, നീ ഇന്ന് പോകുന്നില്ല എന്ന് പറയണം. അയ്യോ അത് പറ്റില്ല ആൻറ്റി, ഇന്ന് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ പ്രശ്നമാകും, അവിടെ ആകെ പ്രശ്നമാണ്, ഇവിടുത്തെ പോലെ ഒന്നും അല്ല എന്ന് പറയണം. എന്താണെങ്കിലും ഇന്ന് വിടുന്നില്ല, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലും ഞങ്ങൾ കൊണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ, അയ്യോ അത് വേണ്ട, പാലാ വരെ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ 500 കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആയിട്ട്, അല്ലേ അങ്കിളെ എന്ന് ചോദിക്കണം. 500 ഒരു 300 ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, വേണ്ട ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളത് പോലെ തന്നെ തോന്നുകയാണ്, അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്ന് പറയണം. അങ്ങനെ നിനക്ക് തോന്നിയെങ്കിൽ നീ ഞാൻ പറയുന്നത് അനുസരിക്കണം, ഇന്ന് പോകുന്നില്ല എന്ന് പറയണം ഗ്രേസമ്മ കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ ആകെ ഒരു ധർമ്മസങ്കടത്തിലാവണം. അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, ഗ്രേസമ്മയെ നമ്മൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചില്ലല്ലോ, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല നീ അറിയണ്ട, ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയണേ ഗ്രേസമ്മ. എന്നാൽ ഞങ്ങളും കൂടി വരാം. വേണ്ട നിങ്ങൾ വരണ്ടെന്ന് പറയണം. ഞങ്ങൾ വണ്ടിയിലിരുന്നോളാം എന്ന് പറയുമ്പോൾ, വേണ്ട നിങ്ങൾ വരണ്ടെന്നല്ലേ പറഞ്ഞത്, ഇനിയിപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ വരുമ്പോൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ഗ്രേസമ്മ പറയണം. അപ്പോൾ എന്താ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്, അയ്യോ നിനക്ക് എന്തൊട്ട് 2 ഉണക്ക ദോശ മേടിച്ചുകൊണ്ട് വരാടി എന്ന് പറയണം. അയ്യടാ എനിക്കതൊന്നും വേണ്ട, അപ്പോൾ എനിക്ക് ഉണക്കദോശ മതി, എന്നാലും അലീന ചേച്ചിക്ക് 2 ബിരിയാണി വാങ്ങിച്ചോ എന്ന് പറയാട്ടോ രേവതിക്കുട്ടി. അതെന്തിനാ അലീനയ്ക്ക് 2 ബിരിയാണി, അവളെന്താ ആനയാണോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ, അതെ എനിക്ക് ആ ഉണക്കദോശയുടെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയണേ. അയ്യടാ നീ ഇപ്പം അങ്ങനെ കൂട്ടി കഴിക്കണ്ട, ആൻറ്റി എന്നെ പറ്റിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറ്റിക്കും എന്ന് പറയട്ടോ. അപ്പം ദേഷ്യപ്പെട്ടുകൊണ്ട് പിണങ്ങിക്കൊണ്ട് രേവതിക്കുട്ടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അങ്കിളെ ഒന്ന് അങ്ങോട്ടേക്ക് പാലായിലേക്ക് വിളിച്ച് പറയാവോ, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിച്ച് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്ന് പറയാണ്. ഞാൻ വിളിച്ച് പറയണോ, അതെ അങ്കിളൊന്ന് വിളിച്ച് പറയാം, എന്നാൽ നമ്പർ പറയാമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മാമച്ചായൻ ബാലചന്ദ്രനെ ഫോൺ ചെയ്യാണ്.
അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാമച്ചനാണ്, എറണാകുളത്ത് നിന്ന് പാലാരിവട്ടത്തു നിന്നാണ് വിളിക്കുന്നത്. രേവതിക്കുട്ടി ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്, അവിടേക്കാണ് അലീന വന്നതെന്ന് പറയണം. അപ്പം ബാലചന്ദ്രൻ പറയണം, ആ മനസ്സിലായി, എന്താ കാര്യം പറഞ്ഞു എന്ന് പറയണം. അതെ, ഞങ്ങൾ കൊല്ലത്ത് പോയി ചിന്നുമോളെ കണ്ടിട്ട് ഇപ്പം വീട്ടിലെത്തിയതേ ഉള്ളൂ, ഇപ്പോൾ സന്ധ്യയായില്ലേ, ഇനിയിപ്പോൾ അലീന ഇവിടുന്ന് ബസ് കയറി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ രാത്രി ഒരുപാട് ലേറ്റ് ആവും, അപ്പോൾ ഇന്ന് വിടുന്നില്ല, നാളെ വിട്ടാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ അത് മതി, നാളെ വിട്ടാൽ മതി, രാത്രി യാത്ര ചെയ്യിക്കേണ്ട, പെൺകുട്ടി തനിച്ചല്ലേ, അവൾ തനിച്ചല്ലേ എന്ന് പറയണം. അപ്പോൾ അലീന അടുത്തുണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ട്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അലീന, എന്തൊക്കെയായി, പോയ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ നടന്നു സാർ, സോറി ഞാൻ ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. പിന്നീട് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നത് വൈജയും മക്കളും കൂടെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നത്, വൈജ ഒന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് വരികയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അലീന ഇപ്പോൾ വിളിച്ചിരുന്നു, അവൾ ഇന്ന് വരുന്നില്ല, നാളെ എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ, ഇന്നത്തോടെ അവളുടെ ജോലിയുടെ ടൈം തീരെയല്ലേന്ന് ചോദിക്കുമ്പോൾ, ലീവ് തീരെയല്ലേന്ന് ചോദിക്കുമ്പോൾ, അതെന്തായാലും അവർ വേറെ എവിടേക്കോ പോയിട്ട് ലേറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ രാത്രി ലേറ്റായി ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിന് അവൾ ലേറ്റ് ചെയ്തേ, നമുക്ക് എന്നാ കുഴപ്പം, അവൾ വന്നോട്ടെ. എൻ്റെ വൈജ ഒന്ന് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക, ഒരു രാത്രി പെൺകുട്ടി തനിച്ചൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, അതിന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണ വൈജ. അതെ, അവളല്ല വിളിച്ചത്, അവൾ അവിടെ നിൽക്കുന്ന, ഇപ്പോൾ അവൾ നിൽക്കുന്ന ആ വീട്ടിലെ ആ മാമച്ചനും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെയാണ് സംസാരിച്ചത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അതെന്തിനാ അവരെ കൊണ്ട് സംസാരിപ്പിച്ചത്, അവൾക്ക് വിളിച്ച് പറഞ്ഞാൽ പോരെ, അതിലെന്തോ കള്ളത്തരുണ്ടല്ലോ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, അത് മനസ്സിൽ കള്ളത്തരമുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും, അല്ലാത്തവർക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ബാലചന്ദ്രൻ ഇത് എന്ത് കഥയിൽ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അവൾ ഇന്ന് വിളിച്ചു പറഞ്ഞു വരത്തില്ല എന്ന് പറഞ്ഞു, അവൾ ഇന്ന് വരുന്നില്ല, നാളെ രാവിലെ എത്തത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അതെങ്ങനെ ശരിയാവും, ഇന്നത്തോടെ അവളുടെ ലീവ് തീരണം, നാളെ 5 മണിക്ക് അവൾ ഇവിടുത്തെ ജോലിയിൽ ജോയിൻ ചെയ്യണം, അപ്പോൾ ഇങ്ങനെ 5 മണിക്ക് അവൾ ഇവിടെ എത്തില്ലെങ്കിൽ ഞാൻ ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ, അവളെ ഇവിടുന്ന് പോകുമ്പോൾ ഇന്നലെ 10 മണി വരെയുള്ള ജോലിയൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോയത്, അപ്പോൾ ആ കണക്കും കൂടി നോക്കുമ്പോൾ നാളെ 10 മണിക്ക് അവൾ എത്തിയാൽ പോരെ എന്ന് ചോദിക്കണം ബാലചന്ദ്രൻ ഇത് ആരുടെ സൈഡാണ് പറയുന്നത്, അവളുടെ സൈഡാണോ, എൻ്റെ കൂടെ നിൽക്കേണ്ട ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ന്യായം ആരുടെ ഭാഗത്താണോ അതാണ് ഞാൻ പറഞ്ഞതെന്ന് ബാലചന്ദ്രൻ പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവളോട് ഞാൻ ജോലി ചെയ്ത് പോകാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കേട്ടതാണല്ലോ നീ ചോദിക്കുന്നത്, ജോലിയൊക്കെ തീർത്തിട്ടാണോ ഈ പോകുന്നത് എന്ന്. അത് ഞാൻ ചോദിച്ചു, അതൊക്കെ ശരിയാണെന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ വൈജയെ മനസ്സിലെ തിമിരം മാറ്റാൻ പറ്റത്തില്ല, കണ്ണിലെ കാഴ്ചയ്ക്ക് വരുന്ന തിമിരമേ മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ് ബാലചന്ദ്രൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൾ നാളെ ഇങ്ങോട്ട് വരട്ടെ, അവൾ നാളെ ജോലിക്ക് എടുക്കണോ വേണ്ടയോന്നേ ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ അവളെ വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറയണം. അവൾ ഇങ്ങോട്ടേക്ക് പിന്നെ വരണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതൊന്നും പറ്റത്തില്ല, അവൾ നാളെ ഇങ്ങോട്ടേക്ക് വരട്ടെ, എനിക്ക് ഇപ്പോൾ പറയാൻ സൗകര്യമില്ല, അവൾ നാളെ ഇങ്ങോട്ടേക്ക് വരട്ടെ, വരുമ്പോൾ അവളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം എന്ന് പറയണം. അതെ, ഇതിനൊക്കെ ഒരു ദിവസം നിനക്കൊരു കൂലി കിട്ടും കേട്ടോ വൈജയ്, കിട്ടാതെ പോകത്തില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ എന്തായി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ് വൈജ. പിന്നീട് രേവതിക്കുട്ടി അലീനയെ വിളിച്ചുകൊണ്ട് ജോമോൻ്റെ റൂമിലേക്ക് പോയിട്ട് അവിടെയുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നല്ല സുന്ദരനാണല്ലോ എന്ന് അലീന പറയുമ്പോൾ, അതെ ഇതേ നോക്കി ഷെറിൻ ചേച്ചി എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഫോട്ടോസും ആൽബംസും ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ചേട്ടൻ്റെ ഒരു ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്, അത് ചത്ത് കിടക്കണം, അതെന്തിനാണ് നിനക്കെന്ന് ചോദിക്കുമ്പോൾ, അതിൽ കുറേ ഫോട്ടോസ് ഉണ്ടാവും, പിന്നെ അതുപോലെ ചാറ്റ്സൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കുന്നത് മോശമല്ലേ എന്ന് അലീന പറയുമ്പോൾ, അങ്ങനെയല്ല, അവർ എത്രത്തോളം ക്ലോസ് ആയിരുന്നു എന്നുള്ളത് അറിയാലോ, ഒരാളേതായാലും ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് പറയാണ് രേവതിക്കുട്ടി. അപ്പോൾ ആ ചേച്ചിയെ പിന്നെ ഇവർ കണ്ടിട്ടേ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ആ കണക്ഷനൊന്നുമില്ല, ഒരു കണക്കിന് അത് ഇല്ലാത്തതന്നെയല്ലേ നല്ലതെന്ന് രേവതിക്കുട്ടി പറയാണ്. അവർ ചിലപ്പോൾ കല്യാണമൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. അറിയില്ല, എന്നാലും ഒരു കാർഡെങ്കിലും ഇടേണ്ടതായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു പക്ഷേ ഇനി അതും കൂടി കാണുമ്പോൾ വിഷമമായാലോ എന്ന് കരുതിയിട്ടാകും കാർഡ് ഇടാത്തത് എന്ന് പറയണം. അപ്പോൾ ഇനി ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്, ആ ആൽബം എന്തേന്ന് അലീന ചോദിക്കുമ്പോൾ, അത് എൻ്റെ റൂമിലാണ്, നമുക്ക് അത് നോക്കാമെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ രേവതിക്കുട്ടിയുടെ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാമിച്ചാനും ഗ്രേസിമയും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ജോസൂട്ടിയെ വിളിച്ചിട്ട് കാറിൽ കുറച്ച് കിറ്റുണ്ട് അതെടുത്തോ എന്ന് പറയണം. പിള്ളേരൊക്കെ ഉറങ്ങി, അപ്പോൾ ഓരോ ഒച്ചയും കേൾക്കുന്നില്ലല്ലോ എന്ന് മാമിച്ചായും പറയുമ്പോൾ, പിന്നെ അവർ ഉറങ്ങത്തൊന്നുമില്ല, നമ്മൾ വരാതെ എങ്ങനെ ഉറങ്ങുക എന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലണം. അങ്ങനെ രണ്ടുപേരും വളരെ ടയേർഡായിട്ട് സെറ്റിയിലേക്ക് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഗ്രേസമ്മ ഫോൺ എടുത്തിട്ട് നോക്കുന്നത് നമ്മുടെ ചിന്നമോളുടെ ഫോട്ടോ കേട്ടോ. ഇത് നോക്കിയ മാമിച്ചായ എന്ത് ഭംഗിയല്ലേ കാണാൻ, എന്ത് ക്യൂട്ടാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അതേ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലുള്ള ഒരു കൊച്ചിനെ പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ, കണ്ടിട്ട് നമ്മുടെ നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നില്ലേ മാമച്ചായ, നമ്മുടെ ആരോ പോലെ നല്ല കണ്ട് പരിചയമുള്ളതുപോലെ എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ, അതല്ലേ പറഞ്ഞത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലുള്ള കൊച്ചിനെ പോലെ ഉണ്ടെന്ന് എന്ന് മാമച്ചായൻ പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്.